അങ്ങനെ കാനഡയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടെ ഇസ്രയേൽ കൂടുതൽ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാകും. ഫ്രാൻസ് പലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഗാസയിൽ ആക്രമണങ്ങൾ കുറയ്ക്കാനും നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്താനും ഇസ്രയേൽ നിർബന്ധിതമായിരുന്നു. പട്ടിണിയിലേക്ക് പോയ ഗാസക്കാർക്ക് ഭക്ഷണം എത്തിക്കാൻ സന്നദ്ധ സംഘടനകളെ ഇസ്രയേൽ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. അമേരിക്കയുടെ തീരുവ ഭീഷണികളെ വകവയ്ക്കാതെയാണ് കാനഡ പലസ്തീനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനം പ്രധാനമന്ത്രി മാക്കാർണി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇനി കാനഡയുമായി വ്യാപാര ബന്ധമേ ഉണ്ടാകില്ല എന്നുള്ള ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ പലസ്തീന് കൂടുതൽ പിന്തുണ കൈവരുന്നത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട G7 രാജ്യങ്ങളുടെ പലസ്തീൻ പിന്തുണ ഇസ്രയേലിനെ സംബന്ധിച്ച് ഉറക്കം കെടുത്തുന്നതാണ്. നയതന്ത്ര തലത്തിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. വരും ദിവസങ്ങളിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും പലസ്തീനെ അംഗീകരിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.